ചെട്ടികുളങ്ങര ദേവീക്ഷേത്ര സന്നിധിയിൽ നടന്ന മകരഭരണി സദ്യ വൻ ഭക്തജന തിരക്കുകൊണ്ട് ശ്രദ്ധേയമായി. സനാതന ധർമ്മ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ നടന്നുവന്ന 63ാമത് സപ്താഹയജ്ഞത്തിന്റെയും മകരഭരണി മഹോത്സവത്തിന്റെയും ഭാഗമായിട്ടാണ് മകരഭരണി സദ്യ ഒരുക്കിയത്. ചെട്ടികുളങ്ങര ദേവീക്ഷേത്ര സന്നിധിയിൽ നടന്ന മകരഭരണി സദ്യ ഭക്തജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. സനാതന ധർമ്മ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ നടന്നുവന്ന 63ാമത് സപ്താഹ യജ്ഞത്തിന്റെയും മകരഭരണി മഹോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് മകരഭരണി സദ്യ ഒരുക്കിയത്. സപ്താഹ സമാപന ദിനത്തിലാണ് 10,000 പങ്കെടുത്ത മകരഭരണി സദ്യ നടന്നത്. രാവിലെ 5-ന് വിശേഷാൽ പൂജകൾ, 6-ന് സഹസ്രനാമജപം, ഭാഗവത പാരായണം, സ്വധാമ പ്രാപ്തി, പാരായണ സമർപ്പണം എന്നിവ നടന്നു. തുടർന്ന് 10-ന് മകരഭരണി സദ്യ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറി ജി ബൈജു ഉദ്ഘാടനം ചെയ്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാവേലിക്കര അസിസ്റ്റന്റ് കമ്മീഷണർ മീര PR, ആലപ്പുഴ RTO സജി പ്രസാദ് എന്നിവർ പങ്കെടുത്തു. പുലർച്ചെ മുതൽ ഭക്തജനങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ തയ്യാറാക്കിയ പന്തലിലും ക്ഷേത്രാങ്കണത്തിലും വരിനിൽപ്പ് ആരംഭിച്ചിരുന്നു. ചോറ്, സാമ്പാർ, തോരൻ, അവിയൽ, രസം, അച്ചാർ, കുടിവെള്ളം എന്നിവ ഭക്തർക്കായി ഒരുക്കിയിരുന്നു. ഭഗവതിയുടെ നടയിലെത്തിയ എല്ലാ ഭക്തർക്കും അന്നദാനം നൽകി വിടുകയുള്ളൂ എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് സനാതന ധർമ്മ സേവാ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് നമ്പിയത്ത് SS പിള്ള പറഞ്ഞു. ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രത്തിൽ 1960-ൽ വിദ്വാൻ S. രാമൻ നായർ സാർ രൂപീകരിച്ച സനാതന ധർമ്മ സേവാ സംഘത്തിന്റെ 63ാമത് വാർഷികവും 63ാമത് സപ്താഹയജ്ഞവും മകരഭരണി മഹോത്സവവും ജനുവരി 11 മുതൽ 19 വരെ ആഘോഷിക്കുകയാണ്. 11-ാം തീയതി അതിന്റെ ഉദ്ഘാടനത്തിന് 14ാമത് ചെട്ടികുളങ്ങര സനാതന ധർമ്മ പുരസ്കാരം ബഹുമാന്യ ശ്രീ MG ശ്രീകുമാറിന് ആരാധനായ മുൻ ചീഫ് സെക്രട്ടറി ശ്രീ K. ജയകുമാർ അവർ സമർപ്പിക്കുകയുണ്ടായി. തുടർന്ന് 12-ാം തീയതി അഖണ്ഡനാമയജ്ഞം, വൈകിട്ട് വിദ്വാൻ S. രാമൻ നായർ അനുസ്മരണ സമ്മേളനം, 13-ാം തീയതി സപ്താഹയജ്ഞം ആരംഭിച്ചു. സപ്താഹയജ്ഞ പരിപാടികൾക്ക് പുറമെ അന്ന് ആരോഗ്യ സമ്മേളനം പ്രസിദ്ധ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ VP ഗംഗാധർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് 14-ാം തീയതി പ്രഭാഷണ പരമ്പര മുൻ DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. 15-ാം തീയതി കാർഷിക സമ്മേളനം ബഹുമാന്യനായ കൃഷിമന്ത്രി ശ്രീ P. പ്രസാദ് അവർ ഉദ്ഘാടനം ചെയ്തു. 16-ാം തീയതി സപ്താഹയജ്ഞ പരിപാടികൾക്ക് പുറമെ സംഗീത സദസ് പ്രണവം ശങ്കരൻ നമ്പൂതിരിയുടെ സംഗീത കച്ചേരി ഉണ്ടായിരുന്നു. 17-ാം തീയതി വിജ്ഞാന സദസ് മുൻ അമേരിക്കൻ അംബാസഡർ ശ്രീ TP ശ്രീനിവാസൻ അവരുകൾ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. 18-ാം തീയതി കുചേല സദ്ഗതിയുടെ ദൃശ്യാവിഷ്കരണം, രുക്മിണി സ്വയംവരം തുടങ്ങിയവ നടക്കുകയുണ്ടായി. 19-ാം തീയതി സമാപന ദിവസം മകരഭരണി സദ്യ. മകരഭരണി സദ്യയെക്കുറിച്ച് പറയുമ്പോൾ ചെട്ടികുളങ്ങര ദേവീ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ അന്നദാനം, ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനമാണ്. അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാകുന്നതാണ്. ഒരു പിടി പ്രസാദത്തിന് വേണ്ടിയിട്ട് ആയിരങ്ങൾ രാവിലെ 5:30 തൊട്ട് ഇവിടെ ക്യൂ ആണ്. ഏതാണ്ട് 10 മണിക്ക് ഈ പ്രസാദ വിതരണം തുടങ്ങിയാൽ ഒരു 3-3:30 വരെ 10-20 ചെറുപ്പക്കാര് പ്രസാദ വിതരണം നടത്തുന്നു. ഈ വരുന്ന ഭക്തജനങ്ങളെല്ലാം ചെട്ടികുളങ്ങര അമ്മയിൽ ഏറ്റവും കൂടുതൽ വിശ്വാസവും ആദരവും ബഹുമാനവും ഉള്ളവരാണ്. രാവിലെ അമ്മയോടൊരു കാര്യം പറഞ്ഞാൽ വൈകിട്ട് ആ കാര്യം സാധിച്ചു കൊടുക്കുന്ന ഇഷ്ടപരപ്രദായിനിയും സർവമംഗളകാരിണിയുമായ ചെട്ടികുളങ്ങര ഭഗവതി കേരളത്തിലെ തന്നല്ല, പ്രവാസികൾക്ക് തന്നല്ല, ലോകമെമ്പാടുമുള്ള ഭക്തജനങ്ങളുടെ ആശ്രയമാണ്. അങ്ങനെയുള്ള ആ സങ്കേതത്തിൽ വന്നാണ് ഈ ഒരു പിടി പ്രസാദത്തിനായിട്ട് മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്നത്. അതിന്റെ വിവരണത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രസാദത്തിൽ നമ്മൾ ചോറ്, സാമ്പാർ, അവിയല്, തോരന്, അച്ചാറ്, രസം, കുടിവെള്ളം ഇതെല്ലാം കൊടുക്കുന്നു. ഇത് വളരെ ഭക്തിപൂർവ്വം അവർ വന്ന് മേടിച്ച് അത് ഭുജിച്ചിട്ട് പോകും. ഇതാണ് ഇവിടുത്തെ ഈ അന്നദാനത്തെ കുറിച്ച് പറയുന്നത്. അതിനുള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ 3-4 മണിക്കൂർ ക്യൂ നിന്നാലും വേണ്ടില്ല, ഈ ഒരാണ്ടിലൊരിക്കൽ ഈ മകരഭരണി സദ്യയിൽ, ഈ മകരഭരണി അന്നദാനത്തിൽ പങ്കെടുക്കുവാൻ ഒരുപാട് ആൾക്കാർ ഈ നാടിന്റെ ഭാഗത്തു നിന്നും നാടിന്റെ പുറത്തു നിന്നും വന്ന് ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അതാണ് അതിന്റെ സവിശേഷത. ഒരു പിടി ചോറിനായി യാചിച്ചു ഞാനെന്ന് പറഞ്ഞതുപോലെ ഒരു പിടി അന്നദാനത്തിനായിട്ട് വരുന്ന ഭക്തജനെ കാണുമ്പോൾ സംഘാടകരായ ഞങ്ങൾക്ക് പോലും ഉത്കണ്ഠ ഉണ്ടാകുന്നു. അത്ര വലിയ ജനപ്രവാഹമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അമ്മയുടെ അനുഗ്രഹാശംസകൾ ഏറ്റുവാങ്ങാൻ വേണ്ടി വരുന്ന
എല്ലാ ഭക്തജനങ്ങളെയും സർവേശ്വരി അനുഗ്രഹിക്കുന്നുണ്ട്. അവരെ എല്ലാം ഒരിക്കൽ കൂടി സർവേശ്വരി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ നിർത്തട്ടെ. ചെട്ടികുളങ്ങര ഭഗവതിയുടെ നാമത്തിൽ മകരഭരണ സദ്യയിലും മറ്റ് ചടങ്ങുകളിലും പങ്കെടുക്കുന്നതിനായി 10,000-ങ്ങളാണ് ക്ഷേത്ര സന്നിധിയിലെത്തിയത്. എല്ലാ ഭക്തരോടും നന്ദി അർപ്പിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ചടങ്ങുകൾക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നമ്പിയത്ത് SS പിള്ള, സെക്രട്ടറി HV ഗുരുപ്രസാദ്, AO അരുൺ S എന്നിവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, ചെട്ടികുളങ്ങര.